നക്ഷത്രം. അനുരാധ നക്ഷത്രക്കാർ പൊതുവെ സഹനശീലമുള്ളവരും ദൃഢതയുള്ളവരും ആത്മാർത്ഥത കൂടുതലുള്ളവരുമായിരിക്കും. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ തോറ്റു പോകുമ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയി പോവും. കാരണം ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ ഇത്ര ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഒട്ടും കാണിക്കാതിരിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്കത് ജന്മസിദ്ധമാണ്, നിങ്ങൾ കാണിച്ചു പോവും. അതുകൊണ്ട് സഹനശീലമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് തോറ്റാലും നിങ്ങൾ ജയിക്കുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കും. പല സംഭവങ്ങളിലും നിങ്ങൾ ജയിക്കാറുമുണ്ട്, പക്ഷെ തോൽവിയാണ് കൂടുതലും കാണുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എല്ലാം കൂടി ഒരു താറുമാറായിട്ടിരിക്കണ ഒരു മാസമാണ് മെയ് മാസം. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഒന്നിലും ഇടപെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പരമാവധി എവിടെയും പോവാതിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുക, പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രശ്നം കുറച്ച് കുറയും. അങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ ജൂൺ 21 മുമ്പായിരിക്കും നിങ്ങൾക്ക് കുറയുക. അങ്ങനെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂലൈ 20 മുമ്പായിരിക്കും മാക്സിമം നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളിലൊരു പരിഹാരം ഉണ്ടാവുക. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജൂണിൽ തൊഴിലിലും സാമ്പത്തികയിലും എന്തായാലും നിങ്ങൾക്കൊരു പുരോഗതി കാണുന്നുണ്ട്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും. ജ്യേഷ്ഠ നക്ഷത്രക്കാർക്ക് പൊതുവെ കുതിരയുടെ ശക്തിയാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത്രയും വേഗത കൂടുതലാണ്. അതുമാത്രമല്ല ധൈര്യമുണ്ട്, എപ്പോഴും നല്ല കൂറും പുലർത്തുന്നവരാണ്. പക്ഷെ ഇവർ ചിലപ്പോഴൊക്കെ നല്ല സെൽഫിഷും ആവാറുണ്ട്. നിങ്ങൾക്ക് മെയ് മാസത്ത് ചെറിയൊരു മാനസിക സമ്മർദ്ദവും ചെറിയൊരു സാമ്പത്തിക സമ്മർദ്ദവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ജൂൺ മാസത്തിൽ ഈ സമ്മർദ്ദം കുറച്ച് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ മാനസിക സമ്മർദ്ദം കൂടുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികതയും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം നിങ്ങൾക്ക് ബന്ധുക്കളുടേന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടേന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻകംഫർട്ട് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും.